പിറ്റേന്ന് എരിവ് കാരണം രാജാവിന് വയറ് വേദനിച്ചപ്പോൾ അത് മന്ത്രവാദമല്ലെന്നും വയറും ഹൃദയവും ഒക്കെ എന്താണെന്നും അവൾ രാജാവിന് സയൻസ് ക്ലാസ് എടുത്തു കൊടുക്കുന്നു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട രാജാവ് കൊട്ടാരത്തിലെ മറ്റ് പണ്ഡിതന്മാരെയും പഠിപ്പിക്കാൻ അവളെ ഏൽപ്പിക്കുന്നു. ഇതിനിടയിൽ കൊട്ടാരത്തിലെ സംഗീതജ്ഞന്റെ സഹായത്തോടെ മഴ അളക്കാനുള്ള ഒരു മഴ മാപ്പിനെ അവർ ഉണ്ടാക്കുന്നു. അടുത്ത തവണ മഴ പെയ്താൽ ഡാൻബി തിരിച്ചു പോകുമെന്ന് പറയുമ്പോൾ രാജാവിന് ചെറിയൊരു സങ്കടം വരുന്നു. ഇതിനിടയിൽ കൊട്ടാരത്തിലെ മറ്റ് പണ്ഡിതന്മാർ ഡാൻബിയെ കൊല്ലാൻ നോക്കുമ്പോൾ ഡാൻബി ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കിയ സംഗീതജ്ഞൻ അവളെ കാട്ടിലേക്ക് ഓടിച്ചുവിട്ട് രക്ഷപ്പെടുത്തുന്നു. കാട്ടിൽ വെച്ച് ഡാൻബിയെ കണ്ടെത്തുന്ന രാജാവ് തനിക്ക് അവളോടുള്ള പ്രണയം തുറന്നു പറയുന്നു. സാധാരണക്കാർക്കായി ഒരു പുതിയ എളുപ്പമുള്ള ഭാഷയും രാജാവ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഡാൻബി തന്റെ കയ്യിലുള്ള ഭാവിയിലെ നോട്ട് എടുത്ത് നോക്കുന്നത്. അതിലുണ്ടായിരുന്നത് ഈ രാജാവിന്റെ പടമായിരുന്നു. ചരിത്രത്തിലെ മഹാനായ സെൻജോങ് രാജാവ്. രാജാവ് ഡാൻബിയോട് അവിടെ തന്നെ കല്യാണം കഴിച്ച് ജീവിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും സ്വന്തം അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോകണമെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് സങ്കടപ്പെട്ട് അവളെ അവിടെയാക്കി രാജാവ് തിരിച്ചു നടക്കുന്നു. രാജാവ് പോയ തക്കത്തിന് അവിടെ ഉണ്ടായിരുന്ന ഒരു ദുഷ്ടനായ പൂജാരി ഡാൻബിയെ പിന്നിൽ നിന്ന് തലക്കടിച്ച് വീഴ്ത്തി. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു വാളെടുത്ത് കുത്തുന്നു. അവസാനം ആരും കാണാതെ കൊട്ടാരത്തിന് തീയിടുന്നു. ഇത് കണ്ട രാജാവ് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അവളെ തീയിൽ നിന്ന് രക്ഷിക്കുന്നു. പിന്നീട് ആരാണത് ചെയ്തതെന്ന് അറിയാൻ ഒരു സഭ കൂടുകയും പൂജാരിയെ പിടിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഡാൻബി മരിച്ചിട്ടില്ല കേട്ടോ. അവളുടെ പുറകിൽ ഉണ്ടായിരുന്ന ബാഗിൽ ബുക്ക് ഉള്ളത് കൊണ്ട് അവൾ രക്ഷപ്പെട്ടു. അപ്പോഴേക്കും ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി മഴ പെയ്യാൻ തുടങ്ങി. രാജാവ് വളരെ സങ്കടത്തോടെ അവളെ കടൽ തീരം വരെ കൊണ്ടുപോയി യാത്രയാക്കുന്നു. ഡാൻബി പഴയ പോലെ വെള്ളത്തിലേക്ക് ഇറങ്ങി സ്വന്തം ലോകത്തിലേക്ക് തിരിച്ചെത്തി. സ്വന്തം ലോകത്തിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലായത്. അവിടെ ഏതാനും സെക്കൻഡുകൾ മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പഠനത്തോടും ജീവിതത്തോടുമുള്ള പേടിയൊക്കെ മാറിയ ഡാൻബി വേഗത്തിൽ ഓടി എക്സാം ഹാളിൽ കയറി ധൈര്യത്തോടെ പരീക്ഷ എഴുതി. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മാസങ്ങൾക്ക് ശേഷം ഒരു മഴയുള്ള ദിവസം അന്ന് കണ്ടതുപോലെ ഒരു കുഞ്ഞു കുളം അവൾ കണ്ടു. തിരികെ വരുമെന്ന് പറഞ്ഞാണ് അന്ന് അവൾ അവിടെ നിന്ന് പോകുന്നത്. അങ്ങോട്ട് മടങ്ങിപ്പോവാൻ നിന്നപ്പോൾ തന്നെ അവളുടെ തലയ്ക്ക് മുകളിൽ ആരോ കുട പിടിച്ചു. നോക്കിയപ്പോൾ നമ്മുടെ രാജാവിനെ പോലെ തന്നെ ഒരു പയ്യൻ. അവർ പരസ്പരം നോക്കി ചിരിക്കുന്നതോടെ കഥ അവസാനിക്കുന്നു.